ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. 2033 എന്ന മഹാജൂബിലി വർഷത്തിന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന 2033 അതിനൊരുക്കമായിട്ടുള്ള നവവത്സര വചനധ്യാനം. അതിൽ പഴയ നിയമത്തിലെ ധ്യാനം, അതിൻ്റെ എപ്പിസോഡ് 3 ഉൽപ്പത്തി പുസ്തകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ആമുഖ കാര്യങ്ങൾ. ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ സാഹിത്യ രൂപം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇന്ന് നമുക്കതിൻ്റെ പൊതുവായ ഉള്ളടക്കത്തിലേക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പൊതുവായ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വേദത്താളുകളാണല്ലോ ബൈബിള്. ആ ബൈബിളിന് മൊത്തമായിട്ടുള്ള ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ ആമുഖമാണ് ഉൽപ്പത്തി ഗ്രന്ഥം. ബൈബിൾ എന്ന ആ വേദപുസ്തകത്തിന്, ക്രിസ്ത്യാനികളുടെ തിരുവഴുത്തുകൾക്ക് ചരിത്രപരമായ ആമുഖം, ദൈവശാസ്ത്രപരമായ ആമുഖം, അതാണ് ഉൽപ്പത്തി ഗ്രന്ഥം. പിന്നീടുള്ള എല്ലാ വെളിപാടുകളുടെയും അടിത്തറയിടുന്നത് ഈ ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിലെ സംഭവങ്ങളാണ്. ഇക്കാരണത്താൽ തന്നെ സാർവലൗകികവും, എല്ലാ ലോകത്തെയും ബാധിക്കുന്നത്, സാർവജനീനവും, എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നത്, സാർവലൗകികവും സാർവജനീനവുമായ കാര്യങ്ങൾ മതപരമായ ഭാഷയിൽ വർണ്ണന നടത്തിയിരിക്കുകയാണ് ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ. ഉൽപ്പത്തി ഗ്രന്ഥത്തിൻ്റെ അതിൽ നാടകം പോലെ കാണുകയാണെങ്കിൽ അരങ്ങ് ഈ ലോകമാണ്. ചരിത്രത്തിൽ കാണുന്ന രംഗങ്ങളുടെയും മാനുഷികമായ സംഭവങ്ങളുടെയും പിന്നിലെ യഥാർത്ഥ കഥാനായകൻ ദൈവമാണ്. മെയിൻ ക്യാരക്ടർ, മുഖ്യ കഥാപാത്രം ദൈവമാണ്. ആദ്യത്തെ അധ്യായങ്ങളിൽ ഇത് ഏറ്റവും പ്രകടമാണ്. ആദ്യത്തെ 11 അധ്യായങ്ങളിൽ പ്രപഞ്ചത്തിൻ്റെ ദൈവികോൽപ്പത്തി, മനുഷ്യവംശത്തെ രൂപപ്പെടുത്തൽ, മനുഷ്യവംശത്തിൻ്റെ പതനം, ധാർമ്മികവും ആത്മീയവുമായ പകർച്ചവ്യാധിയുടെ വ്യാപനം, പ്രപഞ്ചത്തെ മുഴുവൻ മൂടിക്കളഞ്ഞ മഹാപ്രളയം, ഭൂമിയുടെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ മനുഷ്യർ. ഇങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം, ആദ്യത്തെ 11 അധ്യായങ്ങൾ, അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചത്തെക്കാളും വലുതാണ്. കാരണം പ്രപഞ്ചത്തെ സൃഷ്ടിക്ക് മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. മനുഷ്യവംശത്തിൻ്റെ അന്തിമ ഭാവിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് പൂർവ്വപിതാക്കന്മാരുടെ കഥ. ഉൽപ്പത്തി 12 മുതൽ 50 വരെ. അതിനാൽ അതിൻ്റെ വ്യാപ്തി ലോകാവസാനം വരെ എത്തി നിൽക്കുന്നു. 11 അധ്യായങ്ങളുടെ വ്യാപ്തി ഈ ലോകത്തെക്കാളും വലുതാണ്. 12 മുതൽ 50 അധ്യായങ്ങൾ പൂർവ്വപിതാക്കന്മാരുടെ കഥയാണ്. അത് മനുഷ്യവംശത്തെ അന്തിമ ഭാവി, അതേക്കുറിച്ചുള്ള വാഗ്ദാനം നൽകുകയാണ്. വാഗ്ദാനം യാഥാർത്ഥ്യം നടക്കുന്നത് പുതിയ നിയമത്തിലാണ്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി ലോകാവസാനം വരെയാണ്. അപ്പോൾ ഉൽപ്പത്തി ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം ഉടമ്പടിയാണ്. പ്രാചീന പൗരസ്ത്യ ദേശത്ത് ദേശരാഷ്ട്രങ്ങൾ തമ്മിൽ, സമൂഹത്തിൽ ജനങ്ങൾ തമ്മിൽ, ജീവിതത്തിൽ പലയിടത്ത് തമ്മിലും ഉടമ്പടികളുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കെട്ടിടം പണിയുന്നു, നമ്മളൊരു കരാറുണ്ടാക്കും. അല്ലെങ്കിൽ ഒരു പാലം പണിയുന്നു, ഒരു കരാറുണ്ട്. നമ്മൾ എല്ലാത്തിനും നമുക്ക് ചെറിയ കരാറുകളുണ്ടല്ലോ. പിന്നെ ഭൂമി നമ്മൾ കച്ചവടം ചെയ്യുന്നു, അവിടെയുണ്ട് കരാറുകൾ. അപ്പോൾ ഈ കരാറുകൾ അല്ലെങ്കിൽ ഉടമ്പടികൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പണ്ട് കാലത്തും അതെ, ഇപ്പോഴും അതെ. പക്ഷെ ഉൽപ്പത്തി ഗ്രന്ഥത്തിലെ ഉടമ്പടി ഒരു കരാറ് മാത്രമല്ല, ഉടമ്പടി തന്നെ അക്കാലത്തെ ദേശരാഷ്ട്രങ്ങളിൽ ഉണ്ടായിരുന്ന ഉടമ്പടികളോട് തുലനം ചെയ്യാവുന്നതല്ല. കാരണം മനുഷ്യർ തമ്മിലുള്ള ഉടമ്പടിയുടെ സാക്ഷിയോ കാര്യസ്ഥനോ അല്ല ദൈവം, മറിച്ച് മനുഷ്യരുമായി ഉടമ്പടിയിലേകുന്ന കക്ഷിയാണ് ദൈവം. അതൊരു മറ്റൊരു ജനതയിലും ഇല്ലാത്തതാണ്. മനുഷ്യരുമായി ഉടമ്പടി ഉണ്ടാക്കുന്ന ദൈവം, അതായത് ഉടമ്പടിയിൽ ഒരു കക്ഷി ദൈവമാണ്. മനുഷ്യർ തമ്മിലുള്ള കരാറല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ദൈവമാണ് ഈ ഉടമ്പടിയുടെ കക്ഷി. ദൈവവും മനുഷ്യരും തമ്മിലാണ് ഉടമ്പടി. എന്തിനാണ് ഉടമ്പടി? ഈ ഉടമ്പടിയിൽ ആവശ്യമുണ്ടോ? അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. നമ്മളിപ്പോൾ പൊതുവായ കാര്യങ്ങളാണ് പറയണേ. ലോകത്തോടും മനുഷ്യവംശത്തോടും ഉഭയസമ്മതത്തിൽ ഏർപ്പെടുന്ന ദൈവം. ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് ദൈവം, ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് മനുഷ്യർ. അങ്ങനെ മനുഷ്യരും ദൈവവും തമ്മിൽ ഒരു ഉഭയസമ്മത കരാറിലൂടെ ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. ദൈവം ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് ദൈവം,
ദൈവം സമ്മതിക്കുന്നു. മനുഷ്യർ ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് മനുഷ്യർ സമ്മതിക്കുന്നു. അങ്ങനെ മനുഷ്യരുമായി ഉഭയസമ്മതത്തിലൂടെ ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ദൈവത്തെയാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ താളുകളിൽ നമ്മൾ കാണുന്നത്. താൻ സൃഷ്ടിച്ച ലോകവുമായി ദൈവം ഉടമ്പടി ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 1 മുതൽ 2-ാമത്തെ അധ്യായം 4 വരെ വാക്യങ്ങൾ, അല്ലെങ്കിൽ 2-ാമത്തെ അധ്യായം 3 വരെ വാക്യങ്ങൾ. ദൈവം താൻ സൃഷ്ടിച്ച ലോകവുമായിട്ട് ദൈവം ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. ആദ്യ മനുഷ്യനെ ആദാമുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. ഉൽപ്പത്തി 2:15-17. നോഹയും പ്രപഞ്ചവും തമ്മിൽ ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. ഉൽപ്പത്തി 9:8-17. അബ്രഹാം അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുമായി ദൈവം ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. ഉൽപ്പത്തി 15:18-21, 17:1-21, 22:16-18. ഇങ്ങനെ താൻ സൃഷ്ടിച്ച പ്രപഞ്ചം, ആദ്യ മനുഷ്യനായ ആദാം, നോഹയും നോഹയുടെ പ്രപഞ്ചവും, അബ്രഹാത്തിന്റെ പിൻഗാമികൾ, ഇവരുമായിട്ടെല്ലാം ദൈവം ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. അതിൽ തന്നെ 2 ഉടമ്പടികൾ ഇങ്ങനെ പ്രധാനപ്പെട്ടതാണ്, എടുത്തു നിൽക്കുന്നതാണ്. ഒന്ന്, ദൈവവും ആദാമും തമ്മിലുള്ള ഉടമ്പടി. അതാണ് താഴ്ന്ന ബിന്ദു എന്ന് പറയാവുന്നത്. ദൈവവും അബ്രഹാമും തമ്മിലുള്ള ഉടമ്പടിയാണ് ഉൽപ്പത്തി ഗണത്തിലെ ഏറ്റവും ഉയർന്ന പോയിന്റ്. അപ്പോൾ ദൈവവും ആദാമും തമ്മിലുള്ള ഒരു ഉടമ്പടി, അത് ഏറ്റവും താഴ്ന്ന പോയിന്റ്. അതിൽ നിന്ന് അബ്രഹാമുമായിട്ടുള്ള ഉടമ്പടി, ദൈവവും അബ്രഹാമും തമ്മിലുള്ള ഉടമ്പടി, അതാണ് ഉൽപ്പത്തി താളുകളിലെ ഏറ്റവും ഉയർന്ന ഹയസ്റ്റ് പോയിന്റ്. സ്രഷ്ടാവായ ദൈവവുമായി മനുഷ്യ കുടുംബത്തെ വരപ്രസാദത്തിൽ ഐക്യതപ്പെടുത്തുന്ന ആദ്യ ഉടമ്പടിയാണ് ആദാമുമായിട്ടുള്ളത്. സ്രഷ്ടാവായ ദൈവവുമായി മനുഷ്യ കുടുംബത്തെ വരപ്രസാദത്തിൽ ഐക്യപ്പെടുത്തുക, അതാണ് ആദ്യ ഉടമ്പടിയുടെ ലക്ഷ്യം, ആദാമുമായുള്ള ഉടമ്പടിയുടെ ലക്ഷ്യം. ഞാൻ ഒന്നുകൂടി പറയട്ടെ. സ്രഷ്ടാവായ ദൈവവുമായി മനുഷ്യ കുടുംബത്തെ മുഴുവൻ, മനുഷ്യ വംശത്തെ മുഴുവൻ വരപ്രസാദത്തിൽ, ദൈവിക ജീവനിൽ ഐക്യതപ്പെടുത്തുന്ന ആദ്യ ഉടമ്പടി, അതാണ് ആദാമുമായിട്ട്. എന്നാൽ ആ ബന്ധം പരീക്ഷിക്കപ്പെട്ടു. ഉടമ്പടിക്ക് ഒരു പരീക്ഷയുണ്ട്. പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആദ്യ ദമ്പതികളുടെ ധിക്കാരം മൂലം ആ പരീക്ഷയിൽ അവർ തോറ്റുപോയി. ആ ആദ്യ ഉടമ്പടി ലംഘിക്കപ്പെട്ടു. ഉൽപ്പത്തി 3:6. മൗലിക വരപ്രസാദത്തിന് പകരം ദൈവശാപത്തിൻ്റെ ശിക്ഷണം സ്വീകരിക്കാൻ മനുഷ്യൻ നിർബന്ധനായി. വരപ്രസാദമാണ് നൽകാൻ ഉദ്ദേശിച്ചത്. ആ ഉടമ്പടിയിൽ പരീക്ഷ പാസ്സായെങ്കിൽ, പക്ഷേ പാസ്സായില്ല, തോറ്റുപോയി ധിക്കാരം മൂലം. അപ്പോൾ വരപ്രസാദത്തിന് പകരം പിന്നെ എന്താ കിട്ടത്? ദൈവശാപത്തിൻ്റെ ശിക്ഷയല്ല, ശിക്ഷണം, ഡിസിപ്ലിൻ, അച്ചടക്കം, അത് സ്വീകരിക്കാൻ മനുഷ്യൻ നിർബന്ധനായി. ഉൽപ്പത്തി 3:16-19. ആ ബിന്ദുവിൽ നിന്ന്, അതായത് ആദ്യ മനുഷ്യൻ്റെ പാപം, പിന്നെ അതിന് ലഭിക്കുന്ന ശിക്ഷണം, ആ ബിന്ദുവിൽ നിന്ന് പിന്നേലും ഇറക്കമായിരുന്നു. വരപ്രസാദത്തിൽ മുകളിലേക്ക് പോകുന്നതിന് പകരം താഴോട്ടാണ്. അസൂയ, കൊലപാതകം, ബഹുഭാര്യാത്വം, അക്രമം, അശുദ്ധി, അഹന്ത. ഉൽപ്പത്തി 4:6-11, 4:19, 4:23, 6:11, 9:22, 11:1-9. അസൂയ, കൊലപാതകം, ബഹുഭാര്യത്വം, അക്രമം, അശുദ്ധി, അഹന്ത. ഇങ്ങനെ ഈ ലോകത്ത് തിന്മകളുടെ ആധിക്യമാണ്, തിന്മകളുടെ പരമ്പര. അത് ആദ്യ പാപത്തിൻ്റെ തുടർച്ചയായിട്ട് സംഭവിക്കുകയാണ്. ഇങ്ങനെ ആദ്യ ഉടമ്പടി ലംഘിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് ദൈവം അബ്രഹാമുമായിട്ട് ഉടമ്പടി ചെയ്യുന്നത്. പുതിയൊരു രാജ്യം, സ്വരാജ്യം, സ്വന്തം രാജ്യം. ഉൽപ്പത്തി 15:18, 17:8. രാജാക്കന്മാരുടെ തലമുറ, ഇത് രണ്ടുമാണ് ഈ ഉടമ്പടിയിൽ നൽകപ്പെടുന്നത്. രാജാക്കന്മാരുടെ തലമുറ, ഉൽപ്പത്തി 17:6, 17:16. അതായത് അബ്രഹാമുമായുള്ള ഉടമ്പടിയിൽ 2 പ്രധാനപ്പെട്ട സംഗതിയാണ് ഉള്ളത്. ഒന്ന്, പുതിയൊരു സ്വരാജ്യം, സ്വന്തം രാജ്യം, സ്വന്തം നാട്, സ്വദേശം. ഉൽപ്പത്തി 15:18, 17:8. പിന്നെ രാജാക്കന്മാരുടെ ഒരു തലമുറ, ഉൽപ്പത്തി 17:6, 17:16. ഇങ്ങനെ 2 കാര്യങ്ങളാണ് അബ്രഹാമുമായുള്ള ഉടമ്പടിയിൽ ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ഇത് ആദ്യ വായനയിലുള്ള സംഗതിയാണ്. ആദ്യ വായനയിൽ ഇത് 2ആണ് നമുക്ക് തോന്നും. ആദാം പരീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ അബ്രഹാമും പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഉൽപ്പത്തി 22. ആദാം പരീക്ഷിക്കപ്പെട്ടതുപോലെ അബ്രഹാം പരീക്ഷിക്കപ്പെടുന്നു. വിശ്വാസത്തിൻ്റെ അനുസരണത്തിലൂടെ പരീക്ഷയിൽ ജയിച്ചു അബ്രഹാം. ചില പരാജയങ്ങളൊക്കെ അബ്രഹാമിനുണ്ട്, പക്ഷെ ആത്യന്തികമായിട്ട് പരീക്ഷ ജയിച്ചു. ആ
പരീക്ഷ ജയിച്ച അബ്രഹാമുമായിട്ട് ദൈവം ഉടമ്പടി ഉണ്ടാക്കുന്നു. എന്താണ്? ദൈവം ആദാമിലൂടെ ലോകത്തിന് കൊടുത്ത ആദ്യ അനുഗ്രഹം, അതായത് വരപ്രസാദവുമായിട്ട് ഐക്യപ്പെടുത്തുക. ആ അനുഗ്രഹം വീണ്ടെടുത്ത് അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ തുടർന്ന് കൊള്ളാമെന്നാണ് ഉടമ്പടി. അപ്പോൾ അബ്രഹാമിൻ്റെ ഉടമ്പടിയുടെക്ക് 2 തലങ്ങളുണ്ട്, ലെയേഴ്സ്. ഒന്ന് ഈ ഉപരിതലത്തിലുള്ളത്, പിന്നെ ആഴത്തിലുള്ളത്. ഉപരിതലത്തിൽ നമ്മൾ നോക്കുമ്പോൾ അബ്രഹാമിന് സ്വന്തമായിട്ട് രാജ്യം വാഗ്ദാനം ചെയ്യുന്നു, പിന്നെ രാജാക്കന്മാർ തലമുറ വാഗ്ദാനം ചെയ്യുന്നു. റെഫറൻസ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതാണ് നമുക്ക് പെട്ടെന്ന് തോന്നുക. പക്ഷേ അതിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് അറിയുന്നത് ഈ താഴെത്തട്ടിലുള്ള ആ ആഴത്തിലുള്ള അർത്ഥം എന്താണ്? ആദാമിന് കൊടുത്ത ഈ ആദാം പോലെ അബ്രഹാം പരീക്ഷിക്കപ്പെട്ടു. പരീക്ഷ പാസ്സായി കഴിഞ്ഞപ്പോൾ ആദാമിന് നൽകപ്പെട്ട ആ ആദ്യ ഉടമ്പടി, ആ ആദ്യ ഉടമ്പടിയുടെ എന്താണ് വാഗ്ദാനം ചെയ്തത്? മനുഷ്യ കുടുംബത്തിന് ലോകത്തിന് കൊടുത്ത ആദ്യ അനുഗ്രഹം, വരപ്രസാദത്തോട് ഐക്യപ്പെടുത്തുക. അത് വീണ്ടെടുക്കാമെന്നും, ആദാം വഴി അത് നഷ്ടപ്പെട്ടു പോയല്ലോ, അത് വീണ്ടെടുക്കാമെന്നും അബ്രഹാമിന്റെ സന്തതിയിലൂടെ അത് തുടർന്നു കൊള്ളാമെന്നും ദൈവം വാഗ്ദാനം ചെയ്യാണ്. ഉൽപ്പത്തി 22:16-18. അപ്പോൾ ആദാമിൽ നഷ്ടപ്പെട്ട ആ വരപ്രസാദം ഐക്യപ്പെടുത്തുക എന്ന ആദ്യ അനുഗ്രഹം, ആദ്യ ഉടമ്പടിയുടെ അനുഗ്രഹം, അത് വീണ്ടെടുത്ത് അബ്രഹാമിന്റെ സന്തതിയിലൂടെ തുറന്നു കൊള്ളാമെന്ന് ദൈവം ഉടമ്പടി വഴി വാഗ്ദാനം ചെയ്യുകയാണ് അബ്രഹാമിലൂടെ. യേശുക്രിസ്തുവിൽ ദൈവം ലോകത്തിന് നൽകിയ ലോകമാസകലം സാധുവായതും, അതായത് സാർവലൗകികവും സാർവജനീനവുമായ പ്രസക്തി കൈവരുന്ന ദൈവിക വീണ്ടെടുപ്പിനെ വിഭാവനം ചെയ്യുന്നത് ഈ ഉടമ്പടിയാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ വരികൾ എന്താണ്? ആദ്യത്തെ വരി അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം. അബ്രഹാമിൻ്റെ സന്തതി, അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം. അപ്പോൾ യേശുക്രിസ്തുവിൽ ദൈവം ലോകത്തിന് നൽകിയ ലോകമാസകലം സാധുവായത്, സാർവലൗകികം എല്ലാ ലോകത്തെയും ബാധിക്കുന്നത്, സാർവജനനം എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നത്, അങ്ങനെ പ്രസക്തിയുള്ള ദൈവിക വീണ്ടെടുപ്പിന് വിഭാവനം ചെയ്യുകയാണ് അബ്രഹാമുമായുള്ള ഈ ഉടമ്പടി. അപ്പോൾ ചെറിയൊരു സംഗതി അല്ല അവിടെ കാണുന്നത്. നടപടി 3:25-26, ഗലാത്യ ലേഖനം 3:10-29. അന്ന് ഇത് അതിൻ്റെ എല്ലാ ആഴങ്ങളോടും കൂടി മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പം നമുക്കറിയാം, പുതിയ നിയമം വന്നു കഴിഞ്ഞപ്പോഴാണ് അത് സംഭവിക്കുന്ന. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ്, പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നതിന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ദൈവം ഇതിലേക്ക് ഒരുക്കിക്കൊണ്ട് വരികയായിരുന്നു. BC 2000 ഒരുക്കിക്കൊണ്ട് വരികയായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ ഉടമ്പടിയുടെ പ്രസക്തി മനസ്സിലാവുന്നുണ്ടോ? എത്രയോ വലുതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ അർത്ഥത്തിൽ ഉൽപ്പത്തി ഗ്രന്ഥം എല്ലാത്തിനെയും ആരംഭത്തെക്കുറിച്ചുള്ള ഗ്രന്ഥം മാത്രമല്ല. നമ്മൾ 1ാമത്തെ ക്ലാസ്സിൽ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, എല്ലാത്തിൻ്റെയും ആരംഭമാണ്. അതുമാത്രമല്ല, എല്ലാത്തിനും ആരംഭത്തെക്കുറിച്ചുള്ള ഗ്രന്ഥം മാത്രമല്ല ഉൽപ്പത്തി ഗ്രന്ഥം, പ്രവചനമാണ്. പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി സംസാരിക്കുക എന്ന അർത്ഥമുണ്ട്. ചില കാര്യങ്ങൾ ഭാവി കഥനം എന്ന അർത്ഥത്തിലുണ്ട്. അതായത് നമ്മുടെ ഈ ധ്യാന ഗുരുക്കന്മാർ നടത്തുമ്പോഴത്തെ ഒരു ഭാവി കഥനമല്ല. ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാമോ, കല്യാണം നടക്കുമോ, അങ്ങനത്തെ സംഗതികളല്ല. മറിച്ച് 2000 കൊല്ലം കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യം വാഗ്ദാനം ചെയ്തിരിക്കുക. അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ ഭൂമിയിലെ സകല ജനങ്ങളെയും ആശീർവദിക്കും, ഭൂമിയിലെ സകല കുടുംബങ്ങളെയും ആശീർവദിക്കും. അത് 2000 കൊല്ലങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് സംഭവിച്ചത്. അപ്പോൾ എൻ്റെ മകന് ഒരു ഭാര്യയെ കിട്ടുമോ, എൻ്റെ മകൾക്ക് ആ ഫ്ലാറ്റ് വാങ്ങിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഈ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഭാവി കഥനം, അത് കണിയാനും പിന്നെ മഷിനോട്ടക്കാരൊക്കെ ചെയ്യുന്നത് പോലത്തെയാണ്. അതല്ല ബൈബിളിലെ പ്രവചനം. ബൈബിളിലെ പ്രവചനം ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ചില സംഗതികളാണ്, അല്ലെങ്കിൽ ഈ സഭയെ മുഴുവൻ ബാധിക്കുന്ന ചില സംഗതികൾ. ദൈവത്തിൻ്റെ പക്ഷത്ത് കാര്യങ്ങൾ കാണുന്ന പ്രവാചകൻ ചില മുന്നറിയിപ്പുകളും താക്കീതുകളും ചില പ്രത്യാശകളും വാഗ്ദാനങ്ങളും നൽകുകയാണ്. അത് സഭയെ അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ചില ദർശനങ്ങൾ നൽകി കൈരേഖ നോക്കിയിട്ട് പറയുന്ന പോലെയോ, നഖം നോക്കിയിട്ട് പറയുന്ന പോലെയോ, അല്ലെങ്കിൽ നക്ഷത്രഫലം പറയുക, വാരഫലം പറയുക, അതൊന്നും അല്ല ബൈബിളിലെ കാഴ്ചപ്പാട്. അതെല്ലാം ദൈവത്തിന് അറപ്പുളവാക്കുന്ന കാര്യമാണെന്ന് നിയമാവർത്തന ഗ്രന്ഥം 18-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ മനുഷ്യാസ്ത്രത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ കാലയളവിലേക്ക് അത് പിന്തിരിഞ്ഞു നോക്കുകയും മനുഷ്യവംശത്തിൻ്റെ അന്തിമ ഭാവിയിലേക്ക് മുന്നിലേക്ക് നോക്കുകയും ചെയ്യുന്നു. പിന്തിരിഞ്ഞു നോക്കുന്നു, മുന്നോട്ട് നോക്കുന്നു. ഉൽപ്പത്തി ഗ്രന്ഥം പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ആദാമിൻ്റെ
ഇല്ലേ തുടക്കം, ആദാമിന് നൽകപ്പെട്ട വാഗ്ദാനം അത് നഷ്ടപ്പെട്ടു പോയി. മനുഷ്യവംശത്തിന് മുഴുവൻ നൽകപ്പെട്ട വാഗ്ദാനമായിരുന്നു. വരപ്രസാദത്തിൽ ദൈവിക ജീവൻ നമ്മൾ ഉറപ്പിക്കുമെന്ന വാഗ്ദാനമായിരുന്നു. പക്ഷെ പരീക്ഷ പാസ്സായില്ല. പരീക്ഷ പാസ്സാകാത്തതുകൊണ്ട് അത് റദ്ദാക്കപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് തീർത്തും റദ്ദാക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് പുതുക്കുന്നത്. അബ്രഹാമിൻ്റെ ഒരു ഉടമ്പടി കൊടുത്തിട്ട് പറയാണ്, അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ ഈ വരപ്രസാദം അത് വീണ്ടെടുത്ത് ഭാവിയിലേക്ക് കൊണ്ടുപോകും. ലോകത്തെ സകല മനുഷ്യരും രക്ഷിക്കുന്ന ആ അബ്രഹാമിൻ്റെ സന്തതി വരാനിരിക്കുന്നു. ഇതാണ് വാഗ്ദാനം. അത് ആഴത്തിൽ നോക്കിയാലേ കാണുള്ളൂ. നമ്മളതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ ആ രംഗങ്ങൾ വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യും. രക്ഷാചരിത്രത്തിൻ്റെ പ്രാരംഭ കാലഘട്ടം എന്ന നിലയിലാണ് ഈ ആദ്യത്തെ കാലയളവിലേക്ക്, ആദാമിൻ്റെ കാലയളവിലേക്ക് ഇങ്ങനെ പിന്തിരിഞ്ഞു നോക്കുന്നത്. അത് ശാസ്ത്രം, ഭൗതികശാസ്ത്രം അന്വേഷിക്കുന്നത് പോലെയല്ല. ഭൗതികശാസ്ത്രം അന്വേഷിക്കുന്നത് ഇല്ലേ ശാസ്ത്രീയമായ ചില തെളിവുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബൈബിൾ എഴുതിയിരിക്കുന്നത് ശാസ്ത്രീയ വീക്ഷണത്തിലല്ല. വിശ്വാസികൾക്ക് വേണ്ടി ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും വിശ്വാസികളുടെ വീക്ഷണം, അതിലൂടെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കപ്പെടുക, ദൈവമുള്ള ബന്ധത്തിൽ ജീവിക്കുക, ഇതാണ് ബൈബിളിൻ്റെ കാഴ്ചപ്പാട്. അല്ലാതെ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം മുഴുവൻ അറിഞ്ഞിട്ട് ദൈവം ഉണ്ടോ എന്ന് ചർച്ച ചെയ്യാനോ, ഉണ്ടെങ്കിൽ ദൈവം ഇങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ചർച്ച ചെയ്യാനോ, ആ ദൈവം നല്ലവനാണോ ചീത്തയാണോ, അതൊക്കെ ഭൗതിക ശാസ്ത്രമൊക്കെ ചെയ്തോട്ടെ. അതല്ല ബൈബിളിൻ്റെ കാഴ്ചപ്പാട്. മറിച്ച് ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഭംഗി, ഈ പ്രപഞ്ചത്തിൻ്റെ ബ്രഹ്മാണ്ട സൈസ് ഇല്ലേ, അതിൻ്റെ വലുപ്പം, അതിൻ്റെ ആ ക്രമം, എല്ലാ ദിവസവും സൂര്യ ഉദിക്കുന്നു, സൂര്യാസ്തമിക്കുന്നു, നിലാവ്, എങ്ങനെ എന്തുമാത്രം സംഗതികൾ, പൂക്കൾ, പുഴകൾ, മലകൾ നമ്മൾ കണ്ടിട്ട് നമുക്ക് ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകാൻ ഇഷ്ടമില്ലല്ലോ. എന്തുകൊണ്ടാ? അത്രമാത്രം സുന്ദരമാണ് ഈ ലോകം. മനുഷ്യർ കുറച്ചൊക്കെ പ്രശ്നക്കാരൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രപഞ്ചം വളരെ മനോഹരമാണ്. എല്ലാ ദിവസവും നമ്മൾ പത്രങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് തിന്മകൾ കാണുന്നുണ്ടെങ്കിലും ഈ പ്രപഞ്ചം മനോഹരം തന്നെയാണ്. കർത്താവിന് പോലും സ്വർഗത്തിലേക്ക് പോകാൻ മടിയുണ്ടായിരുന്നു. കഴിയുമെങ്കിൽ കാസ മാറ്റിവെക്കാനാണ് പിതാവിനോട് പറഞ്ഞത്. കാരണം അത്രയും സുന്ദരമാണ് ഈ ലോകം. സ്വർഗത്തിൽ നിന്ന് വന്നവന് സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരു മടി. അത്രയും സുന്ദരമാണ് ഈ ലോകം. ആ സുന്ദരമായ ലോകത്തെ നോക്കിയിട്ട് അത് സൃഷ്ടിച്ചവനെ സ്തുതിക്കുക, അത് സൃഷ്ടിച്ചവൻ്റെ മഹത്വം, അത് സൃഷ്ടിച്ചവൻ്റെ തേജസ്, ആ തേജസ്സിൽ നമുക്കൊരു ഒരു 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 പങ്ക് കിട്ടും. അതാണ് പുതിയ നിയമം പറയണേ, പ്രത്യേകിച്ച് പൗലോസ്ലീഹ പറയുന്നത്. ഈ ദൈവത്തിൻ്റെ തേജസ്സിൽ ഇത്രയും സുന്ദരമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഇത്രയും സുന്ദരമായ മനുഷ്യരെ സൃഷ്ടിച്ച, ഇങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ തേജസ്സിൽ നമുക്കൊരു പങ്കാളിത്തം കിട്ടുക. അത് ചെറിയൊരു കാര്യമല്ല. അതാണ് ക്രിസ്ത്യാനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മരിച്ച് ഉത്ഥാനത്തിലൂടെ കർത്താവ് കടന്നു പോയതും ഈ തേജസ്സിലേക്കാണ്. അവൻ പോയപ്പോൾ മനുഷ്യത്വം കൂടി കൊണ്ടുപോയി. മനുഷ്യത്വം ഉപേക്ഷിച്ചില്ല. മനുഷ്യത്വം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ആ പഞ്ചക്ഷതങ്ങൾ അവൻ്റെ ശരീരത്തിൽ അവൻ അവശേഷിപ്പിച്ചു. അത് കാണിച്ചിട്ടാണ് പിതാവിൻ്റെ അടുത്ത് മധ്യസ്ഥം വഹിക്കുന്നത്, ഏക മധ്യസ്ഥൻ. ഇങ്ങനെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ തേജസ്സിൽ നമുക്ക് മനുഷ്യർക്ക് ഒരു പങ്ക്, അത് തിരുവുത്ഥാനത്തിലൂടെ യേശു നേടി. അതിലേക്ക് നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ അതിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ഉടമ്പടിയാണ് അബ്രഹാമുമായിട്ട് ദൈവം നൽകുന്നത്. ഇസ്രായേൽ ജനത്തെ ഉടമ്പടി ജനമായി സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ച തലമുറകളിലാണ് ഈ പരിചിന്തനത്തിൽ അവർ ഊന്നൽ നൽകിയത്. ഈ അർത്ഥത്തിലാണ് ഉൽപ്പത്തി ഗ്രന്ഥം ആരംഭത്തെക്കുറിച്ചുള്ള രേഖയാകുന്നത്. എന്നാൽ ഉൽപ്പത്തി ഗ്രന്ഥം അവിടെ നിർത്തുന്നില്ല. ദൈവിക പദ്ധതി പൂർത്തിയാകാനിരിക്കുന്ന ഭാവിയിലേക്ക് അത് നോക്കുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ആദാമിലൂടെ ഉളവായ ശാപങ്ങൾ അബ്രഹാത്തിന് നൽകപ്പെട്ട ഉടമ്പടിയിലൂടെ സാവകാശം എടുത്തു മാറ്റുക എന്നതായിരുന്നു ആ ദൈവിക പദ്ധതി. ആദാമിലൂടെ അല്ലേ ഉളവായ ശാപങ്ങൾ അബ്രഹാമിന് നൽകപ്പെട്ട ഉടമ്പടിയിലൂടെ സാവകാശം എടുത്തു മാറ്റുക, ഒറ്റയടിക്കുകയല്ല. മനുഷ്യൻ ധിക്കാരവും അതിന് രൂപപ്പെട്ട കർത്താവിൽ നിന്നുള്ള അകൽച്ചയും ഉൽപ്പത്തി ഗ്രന്ഥത്തിൻ്റെ വ്യാപ്തിക്കുള്ളിൽ പരിഹരിക്കാനാകാതെ നിൽക്കുന്ന പ്രഹേളികയാണ്. എങ്കിലും രക്ഷാചരിത്രത്തിൻ്റെ ആദ്യ പാദം എന്ന നിലയിൽ ഉൽപ്പത്തി പുസ്തകത്തിന് ബൈബിളിൽ വലിയ സ്ഥാനമുണ്ട്. രക്ഷാചരിത്രത്തിൻ്റെ ആദ്യ പാദം അതാണ് ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ഉള്ളടക്കം എന്ന് നമ്മൾ പറയുന്നത് ഇത് എല്ലാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നില്ല. നമ്മൾ ഈ ഉൽപ്പത്തി ഗ്രന്ഥത്തിലെ ഓരോ തിരുവചനങ്ങളുടെയും വ്യാഖ്യാനത്തിലേക്ക് കടക്കും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് പിന്തിരിഞ്ഞ് ഇതിലേക്ക് വരണം, ഈ ക്ലാസ്സിലേക്ക് വരണം. എന്താണ് ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞതെന്നുള്ള കാര്യങ്ങൾ ഒന്ന് നമ്മൾ തിരിഞ്ഞു വരണം.
അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാലാണ് നമുക്ക് ബൈബിള് മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ഈ ഉൽപ്പത്തി ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിൽ തുടങ്ങി ലോകാവസാനം വരെ എത്തി നിൽക്കുന്ന സംഗതിയാണ്. ആദാമിലൂടെ നമുക്ക് നൽകപ്പെട്ട വരപ്രസാദത്തിൻ്റെ ഐക്യത അത് നഷ്ടപ്പെട്ടു പോയെങ്കിലും അത് തീർത്തും നമ്മൾ നശിപ്പിച്ച് കളയുന്നത് ആഗ്രഹിക്കുന്നില്ല. അബ്രഹാമിന് നൽകപ്പെട്ട ഉടമ്പടിയിലൂടെ ആ അബ്രഹാമിൻ്റെ സന്തതിയായ യേശുവിലൂടെ പൂർത്തിയായി അന്തിമ ലോകാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ, അതിൻ്റെ ആദ്യ പാദമാണ് ഉൽപ്പത്തിയുടെ താളുകൾ. അപ്പോൾ ഉത്ഭവം മുതൽ ലോകാവസാനം വരെയുള്ള കാര്യങ്ങളുടെ ഒരു ചെറു ചിത്രം ഈ ഉൽപ്പത്തിയുടെ താളുകൾ കാണാം. അത് ബൈബിൾ ആദ്യത്തെ ഗ്രന്ഥത്തിൽ. അതുകൊണ്ടാണ് ബൈബിളിൽ ആദ്യത്തെ ഗ്രന്ഥം ഇത്രമാത്രം പ്രസക്തമായിരിക്കുന്നത്. നമുക്കിപ്പോൾ ക്രിസ്ത്യാനികൾക്ക് പുറത്തുള്ളവർക്കും ഈ ഗ്രന്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം. ആദാമിൻ്റെ കഥയും നോഹയുടെ കഥയും അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ കഥയൊക്കെ മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാം. അതിന് കാരണം അവരെയും നമ്മളെയൊക്കെ ബാധിക്കുന്ന ചില സംഗതികളാണ് എഴുതി വെച്ചിരിക്കുന്നത്. കൂടുതൽ വിശദമായ കാര്യങ്ങൾ ഉടമ്പടി എന്ന് പറഞ്ഞ സംഗതി തന്നെ വളരെ വളരെ വലിയൊരു സംഗതിയാണ്. അത് നമ്മൾ ഓരോ ഉടമ്പടിയും ചർച്ച ചെയ്യുമ്പോൾ ആദാമുമായുള്ള ഉടമ്പടി, പിന്നെ നോഹയുമായുള്ള ഉടമ്പടി, അബ്രഹാമുമായുള്ള ഉടമ്പടി, ഈ ഉടമ്പടികൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് ഈ ഉൽപ്പത്തിയുടെ നമുക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചില ആമുഖ പഠനങ്ങളാണ് നമ്മൾ നൽകുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയാലാണ് ഞാൻ പിന്നീട് പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതും ഞാൻ മറ്റു പല ക്ലാസ്സുകളും പറഞ്ഞതുപോലെ 2, 3, 4 പ്രാവശ്യമൊക്കെ നിങ്ങൾ കേട്ടാലാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുക. അങ്ങനെ ചെയ്യണമെന്നും നോട്ട് കുറിക്കണമെന്നും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണമെന്നൊക്കെ അഭ്യർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ നവവത്സര ധ്യാനം ഗംഭീരമാകാനായിട്ട് പ്രാർത്ഥിക്കുക. കൂടുതൽ പേരെ വചന ശിക്ഷണത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ഇത് അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അതെല്ലാം ഒരു സുവിശേഷ പ്രഘോഷണമായിട്ട് കരുതുക. മറ്റുള്ളവർക്ക് സുവിശേഷം എത്തിക്കാനുള്ള ശ്രമമായിട്ട് കരുതുക. അല്ലാതെ സബ്സ്ക്രിപ്ഷൻ എണ്ണം കൂട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടം ഉണ്ടായിട്ടല്ല, വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഭൗതിക നേട്ടമോ അല്ല, മറിച്ച് കർത്താവിനെ കുറേ കൂടി ആഴത്തിൽ അറിയാൻ, അത് ഉൽപ്പത്തിയുടെ താളുകൾ മുതൽ അറിയാനായിട്ടുള്ള ഒരു ശ്രമത്തിൽ മാത്രമല്ല 2033 എന്ന മഹാ ജൂബിലിക്ക് ഒരുക്കമായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പ്രത്യേക ലക്ഷ്യം കൂടിയുണ്ട്. അതിൽ എന്താ പറയുക, ഒരു ഇൻറ്റൻസീവ് വചന ശിക്ഷണമാണ് ഈ 9 കൊല്ലം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ 9 കൊല്ലം കൊണ്ട് കുറേ കൂടി നമ്മുടെ ആഴത്തിൽ ഈ വചനത്തിൽ ആറാടി നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അറിവിലേക്കും അതുപോലെ തന്നെ കർത്താവുമായുള്ള ഐക്യതയിലേക്കും പ്രവേശിക്കാൻ നമുക്ക് ഈ വചനധ്യാനം സഹായിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.